വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അതിൻ്റെ സമീപത്ത് പോകുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. തൊട്ടടുത്ത KSEB ഓഫീസിൽ അറിയിക്കുകയോ 9496010101 നമ്പറിൽ വിളിച്ചറിയിക്കുകയോ ചെയ്ത് അപകടം ഒഴിവാക്കണം. ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ഇതുപോലെ വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്നതോ പിന്നെന്താണ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ മുതിർന്നവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ ഫോൺ ചെയ്ത് അവരോട് പറയാം. നെക്സ്റ്റ്, വൈദ്യുതി ലൈനുകൾക്ക് സമീപമുള്ള വൃക്ഷങ്ങളിൽ നിന്നും അവയുടെ ഫലങ്ങൾ ലോഹനിർമ്മിത ഏണികൾ മുതലായവ ഉപയോഗിച്ച് പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അപകടത്തിന് വഴിയൊരുക്കും. അതായത് മരങ്ങളൊക്കെ നല്ല ഹൈറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇതുപോലെ ലൈൻ പോസ്റ്റ് വഴി ലൈൻ പോയിനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ നിങ്ങൾ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തോട്ടി ഉപയോഗിച്ച് മരത്തിൻ്റെ അല്ലാതെ ഇരുമ്പിൻ്റെ കമ്പി കൊണ്ടൊക്കെ ഉള്ള തോട്ടികളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ഇതുപോലെ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫലങ്ങളൊക്കെ നമ്മൾ പറിക്കൂലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ തോട്ടി അതിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിച്ച് നമുക്ക് അപകടം സംഭവിക്കാം. അതാണ് അവിടെ കാണിച്ചിരുന്നത്. വൈദ്യുതി ലൈനുകൾക്ക് താഴെ ട്രെയിനുകൾ, ടിപ്പർ, ലോറികൾ തുടങ്ങിയവ ഉയരം കൂടിയ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകട സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. എന്തെങ്കിലും ഇതുപോലെ ട്രെയിൻ, JCB അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കുന്ന സമയത്തോ ഈ ലൈനുകളിലൊക്കെ മുട്ടുമ്പോൾ അതിൽ നിന്നും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പിക്ചറൊക്കെ ശ്രദ്ധിക്കുക. എന്താണെന്നറിയാം, ഇലക്ട്രിസിറ്റി അല്ലേ. വൈദ്യുത കമ്പി പൊട്ടിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അതിൻ്റെ സമീപത്ത് പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. തൊട്ടടുത്ത KSEB ഓഫീസിൽ അറിയിക്കുകയോ 9496010101 നമ്പറിൽ വിളിച്ചറിയിക്കുകയോ ചെയ്ത് അപകടം ഒഴിവാക്കണം. കണ്ട, വൈദ്യുത കമ്പി KSEB ലൈൻ പൊട്ടിക്കിടന്നിട്ട് ചവിട്ടിയായി കണ്ടാൽ അപകടം വരുന്നുണ്ടോ? അപ്പോൾ ആ നമ്പറിൽ വിളിച്ചറിയിക്കാനാണ് പറയുന്നത്, അപകടം ഒഴിവാക്കും. നെക്സ്റ്റ്, വൈദ്യുത ലൈനുകൾക്ക് താഴെ ക്രെയിനുകൾ, ടിപ്പർ, ലോറികൾ തുടങ്ങിയ ഉയരം കൂടിയ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകട സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. ട്രെയിനോ ലോറിയൊക്കെ പോകുമ്പോൾ വൈദ്യുത ലൈൻ ഉണ്ടെങ്കിൽ പൊട്ടി താഴെ വീണ് നടക്കും അല്ലേ, അപ്പോൾ അത് ശ്രദ്ധിക്കാനാണ്. അതിനൊരു നമ്പർ തന്നിട്ടുണ്ട്, ഇതിലേക്ക് വിളിച്ചറിയിക്കാവുന്നതാണ്. അടുത്തത്, വൈദ്യുതി ലൈനുകൾക്ക് സമീപമുള്ള വൃക്ഷങ്ങളിൽ നിന്നും അവയുടെ ഫലങ്ങൾ, ലോഹത്തൊട്ടികൾ, ലോഹനിർമ്മിതമായ ഏണികൾ മുതലായവ ഉപയോഗിച്ച് പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അപകടത്തിന് വഴിയൊരുക്കും. കണ്ട, നമ്മൾ ഫ്രൂട്ട്സൊക്കെ പറിക്കാൻ നേരത്ത് വൈദ്യുത ലൈൻ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ സംഭവിക്കണണ്ട, അപകടം വരണണ്ട. ഓക്കെ, അതൊന്നും ചെയ്യരുതെന്നാണ് ഇതിൽ പിക്ചറൊക്കെ കൊടുത്തേക്കുന്നത്. ഇനിയും ഒരു ജീവൻ പോലും അപകടത്തിൽപ്പെട്ട പൊലിയാതിരിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പൊതുപ്രവർത്തകയായ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. വൈദ്യുതാഘാതത്തിൽ അച്ഛനും മക്കളും മരിച്ചു. ഇതൊക്കെ വൈദ്യുത ലൈൻ കൊണ്ടിട്ടുള്ള മരണങ്ങളും ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.